വികാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ 19 ക്രിമിനൽ കേസുകളാണ് നിലവിലുള്ളത്. അദ്ദേഹത്തിനെ കാപ്പയടിച്ചുകൊണ്ട് ജില്ലയ്ക്ക് പുറത്തു കൊണ്ട വ്യക്തി ഇപ്പോഴും അമ്പലത്തിൻ്റെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡൻ്റായി തുടരുകയാണ്. CPMൻ്റെ യൂണിറ്റ് കമ്മിറ്റികൾ അല്ലെങ്കിൽ അവരുടെ പോഷക സംഘടനയാണ് ഈ പരിപാടി അവിടെ സ്പോൺസർ ചെയ്തത്. വിശ്വാസികളുടെ മേൽ രാഷ്ട്രീയം അല്ലെങ്കിൽ അതിൻ്റെ വിഷവിത്തുകൾ കൃത്യമായി പാകിക്കൊണ്ട് അവിടെ ഒരു CPM കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് നടത്തുന്നത്. നമസ്കാരം. ക്ഷേത്ര ഉത്സവത്തിനിടയിലെ ഗാനമേളയിൽ വിപ്ലവ ഗാനം പാടിയതിനെ തുടർന്ന് കടയ്ക്കൽ ദേവീക്ഷേത്രം വിവാദത്തിലായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ ദേവീക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വികാസിനെതിരെ 19 ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ ദേവീക്ഷേത്രത്തെ CPM കൈയടക്കാൻ ശ്രമിക്കുന്നു എന്ന് വ്യക്തം. ഈ CPM ഉപദേശക സമിതി അംഗത്തെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ വിഷ്ണു സുനിൽ പന്തളം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇദ്ദേഹം ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ അടുത്ത ദിവസമാണ് ഈ കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിൽ ഒരു ഗാനം പാടിയതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നത്. ഇതിന് പിന്നാലെ ഈ ക്ഷേത്രം CPM കൈയടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണം രംഗത്ത് വരുന്നു. താങ്കളാണ് അതിനെതിരെ പരാതിയെല്ലാം കൊടുത്തത്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? എന്താണ് ഈ ക്ഷേത്ര കടയ്ക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വിപ്ലവഗാനം ഉണ്ടായപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച വ്യക്തി ഞാനായിരുന്നു. അഡ്വക്കേറ്റ് ജോമി കെ ജോസ് വഴിയാണ് കോടതിയെ സമീപിച്ചത്. ഇതുണ്ടാകുന്ന ഏറ്റവും വലിയ കാരണം വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസികളുടെ മേൽ വിപ്ലവഗാനങ്ങൾ അവിടെ വിപ്ലവഗാനങ്ങൾ അടക്കം പാടിക്കൊണ്ട് കൃത്യമായ രാഷ്ട്രീയവൽക്കരണം നടത്താനാണ് CPM ശ്രമിക്കുന്നത്. അവിടെ യഥാർത്ഥ വിശ്വാസികളെ അമ്പലത്തിൻ്റെ ക്ഷേത്ര ഉപദേശക സമിതിയിൽ നിന്നടക്കം പുറത്താക്കിക്കൊണ്ട് ഒരുപറ്റം CPMൻ്റെ കേഡർ സഹാക്കളെ അതിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് ക്ഷേത്രം പിടിച്ചെടുക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിച്ചത്. അതായത് ഏകദേശം 5 വർഷക്കാലമായി കാലാവധി കഴിഞ്ഞിട്ടും ക്ഷേത്ര ഉപദേശക സമിതി പുനഃസംഘടിപ്പിക്കാതെ അത് ഇതേ ഭരണസമിതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന ആകട്ടെ വികാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ 19 ക്രിമിനൽ കേസുകളാണ് നിലവിലുള്ളത്. അതായത് കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ, അമ്പലം നിൽക്കുന്ന കടയ്ക്കൽ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ മാത്രമായി 19 ക്രിമിനൽ കേസുകൾ, 308, 326, 323 ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, SC/ST അട്രോസിറ്റി അടക്കം 19 വധശ്രമം അടക്കം ഏറ്റവും മുഖ്യമായ വകുപ്പുകളുള്ള 19 ക്രിമിനൽ കേസുകൾ. അദ്ദേഹത്തിനെ കാപ്പയടിച്ചുകൊണ്ട് ജില്ലയ്ക്ക് പുറത്തു കൊണ്ട വ്യക്തി ഇപ്പോഴും അമ്പലത്തിൻ്റെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡൻ്റായി തുടരുകയാണ്. ഇത് CPMൻ്റെ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് തുടരുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം കമ്മീഷണർക്കും അടക്കം നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. 27-ാം തീയതി ഞാൻ ഈ കൊടുത്ത കേസിൻ്റെ അടുത്ത പോസ്റ്റിംഗ് വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൃത്യമായി ഈ വിഷയം ഉന്നയിക്കുക തന്നെ ചെയ്യും. അതായത് പോലീസ് FIR ഇട്ടോ ഈ ഒരു കേസിൽ? നമുക്ക് വിവരാവകാശ രേഖ പ്രകാരം 19 ക്രിമിനൽ കേസ് നിലവിലുള്ള ഒരാൾ, അതായത് നമുക്കറിയാം ഒരു 8-9 കേസാണെങ്കിൽ 4 കൂടുതലായാൽ അപ്പോൾ തന്നെ കാപ്പയടിച്ച് ജില്ലയ്ക്ക് പുറത്തു പോകേണ്ടതാണ്. ഇവിടെ 19 ക്രിമിനൽ കേസ് ഉള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെ തുടരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യം. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ദേവസ്വത്തിൻ്റെ വിജിലൻസ് SP-ക്കും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം ബോർഡ് കമ്മീഷണർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഈ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടിയതുമായി ബന്ധപ്പെട്ടുള്ള കേസ് 27-ാം തീയതി ഇരിക്കുകയാണ് അടുത്ത പോസ്റ്റിംഗ്. അതിനകത്തും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലും കൃത്യമായി CPMൻ്റെ ഈ രാഷ്ട്രീയവൽക്കരണം കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. വിപ്ലവഗാനത്തിന് നേതൃത്വം നൽകിയത്, ആലപിച്ചത് ഇദ്ദേഹമാണോ, വികാസാണോ? അല്ല, വികാസ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡൻ്റാണ്. അലോഷി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തത്, നമുക്ക് ആ പ്രോഗ്രാം നോട്ടീസ് നോക്കിയാൽ തന്നെ അറിയാം, CPMൻ്റെ പോഷക സംഘടനകളാണ് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. മടത്തറ യൂണിറ്റ് വ്യാപാരി വ്യവസായി, CPMൻ്റെ യൂണിറ്റ് കമ്മിറ്റികൾ അല്ലെങ്കിൽ അവരുടെ പോഷക സംഘടനകളാണ് ഈ പരിപാടി അവിടെ സ്പോൺസർ ചെയ്തത്. അപ്പോൾ കൃത്യമായി CPM അവിടെ വിപ്ലവഗാനങ്ങൾ, പുഷ്പനെ അറിയാമോ തുടങ്ങിയ വിപ്ലവഗാനങ്ങളടക്കം പാടിക്കൊണ്ട് കൊടിതോരണങ്ങളടക്കം LED സ്ക്രീനിൽ വിശ്വാസികളുടെ മേൽ രാഷ്ട്രീയം അല്ലെങ്കിൽ അതിൻ്റെ വിഷവിത്തുകൾ കൃത്യമായി പാകിക്കൊണ്ട് അവിടെ ഒരു CPM കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് നടത്തുന്നത്. ഒരിക്കലും ഇത് അനുവദിക്കുവാൻ സാധിക്കത്തില്ല. വിശ്വാസികളും അമ്പലവും ക്ഷേത്രാചാരങ്ങളും എല്ലാം വിശ്വാസികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും, നിയമപരമായിട്ടും അല്ലാതെ.
അതായത് CPM-ൻ്റെ വ്യക്തമായുള്ള പിന്തുണ ഈ വികാസിനുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം DYFIയുടെ നേതാവ്, പിന്നെ CPM-ൻ്റെ നിലവിൽ നടന്ന പാർട്ടി സമ്മേളനങ്ങളിലെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ അതിനകത്ത് ആ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഭാരവാഹികളുടെ ലിസ്റ്റ് നമ്മൾ നോക്കിയാൽ ബഹുഭൂരിപക്ഷവും CPM അല്ലെങ്കിൽ DYFI അനുഭാവികളാണ്. അപ്പോൾ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്ക് കൃത്യമായ റൂൾസ് ദേവസ്വം ബോർഡിന് തന്നെ ഉണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരെ ക്ഷേത്ര ഉപദേശക സമിതിയിലേക്ക് വെക്കരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്ത കേസിനകത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട്. ഇനി മുതൽ ക്ഷേത്ര ഉപദേശക സമിതിക്ക് ഒരു കാരണവശാലും പണം പിരിക്കുവാൻ സാധിക്കത്തില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ദേവസ്വം ബോർഡ് അനുമതിയോടുകൂടി അവരുടെ സീലോടുകൂടി മാത്രമേ ഈ പണപ്പിരിവടക്കം ഇനിയുള്ള ദിവസങ്ങൾ നടക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു കേസിൽ വിശദമായി പറയുന്നത്, താങ്കൾ കൊടുത്ത കേസിൽ വിശദമായി പറയുന്നത് എന്തൊക്കെയാണ്, എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? അല്ല, നമ്മൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ കേസിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ക്ഷേത്ര ആചാരങ്ങൾ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നാളുകൾ അല്ലെങ്കിൽ കമ്മ്യൂണൽ റയറ്റ് അടക്കം വരാൻ സാധ്യതയുള്ള ഒരു ക്ഷേത്ര പശ്ചാത്തലത്തിൽ അവിടെ വന്ന് വിപ്ലവ ഗാനം അടക്കം പാടുന്നത് ഏത് അർത്ഥത്തിലാണ്? സാധാരണക്കാർ ദേവൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ ഗാനമേള അടക്കം ചെയ്തത്. അപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നമ്മുടെ വാദങ്ങളെല്ലാം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്ന ഇടക്കാല ഉത്തരവിൽ പറയുന്നത് ഈ പൈസ എന്ന് പറയുന്നത് ദേവൻ്റെ പൈസയാണ്. ദേവൻ്റെ പൈസ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പൈസയുടെ ഗാർഡിയൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെയും മറ്റ് ദേവസ്വങ്ങളുടെയും കീഴിൽ നടക്കുന്ന പരിപാടികൾ ഇനി നടക്കാവുള്ളൂ. അഥവാ അമിതമായ പണം അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് അന്നദാനം പോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാം. അതിനകത്ത് രാഷ്ട്രീയം കലർത്തിക്കൊണ്ടുള്ള ഇത്തരമുള്ള ഗാനമേളയും പാട്ടുകളുമായി ഒരു കാരണവശാലും മുന്നോട്ട് പോകരുതെന്ന് അടിവരയിട്ടുകൊണ്ട് ഒരു ഉത്തരവായിട്ട് ഇൻ്ററിം ഓർഡറായിട്ട് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നൽകിയിട്ടുണ്ട്. അത് ഇനി കൃത്യമായി ദേവസ്വം ബോർഡിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിലുള്ള എല്ലാത്തിനും അത് പ്രാബല്യത്തിലുള്ളതുമാണ്. ഈ അടുത്ത് നടന്ന CPM-ൻ്റെ പാർട്ടി സമ്മേളനത്തിൽ ഉൾപ്പെടെ, അതായത് ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തണം എന്നുള്ളൊരു അജണ്ട അവർ മുന്നോട്ട് വെച്ചിരുന്നു, ശ്രദ്ധയിൽപ്പെട്ടു? അത് ശ്രദ്ധയിൽപ്പെടുന്നു. അതിന് കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്, ഞാൻ വിശ്വസിക്കുന്നത് ഈ അവരുടെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ദാരിദ്ര്യം മൂലം അല്ലെങ്കിൽ അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു കാമ്പ് കുറഞ്ഞതുകൊണ്ട് ഇനി നമ്മൾ ഒരു കാലത്ത് അവരുടെ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ചിരുന്ന ദൈവങ്ങളെ അടക്കം വിശ്വസിക്കരുത് എന്ന് പ്രതിപാദിച്ച് അല്ലെങ്കിൽ വിശ്വസിച്ച് പോയിരുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ഉള്ള പാർട്ടിയായിരുന്നു CPM. എന്നാൽ ഇന്ന് അവർ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു ചെന്നുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളെ പുറത്താക്കിക്കൊണ്ട് ഇത് പിടിച്ചടക്കുന്ന ഒരു സമീപനമാണ്. ഇതൊരു ആപത്കരമായ രീതിയിലേക്കാണ് അത് CPM കൊണ്ടുപോകുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ഓരോരുത്തരും. ആ ഒരു സമീപനം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ ഒരു നടപ്പിലാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കടക്കൽ ദേവീക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡൻ്റായ വികാസിനെതിരെ 19 കേസുകളാണുള്ളത്, വമ്പൻ കേസുകളാണ് ഉള്ളത്. എന്നിട്ടും ഇയാളെ CPM സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. അതുകൂടാതെ പോലീസിന് കാപ്പ ചുമത്തി ഇയാളെ നാട് കടത്താനുള്ള കേസുകളടക്കം ഇതിലുണ്ട് എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആരോപിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.